ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് എനിക്കറിയില്ല, എല്ലാ ദിവസവും ഉള്ളൊരു കാര്യമല്ല. ചിലപ്പം മന്ത്ലി വൺസ് അല്ലെങ്കിൽ ഒരു 2 മാസം ഇരിക്കുമ്പോഴേക്ക് ഒരിക്കൽ വരുന്നൊരു പ്രശ്നം. ഭ്രാന്താണോ എന്ന് ചോദിച്ചാൽ ഭ്രാന്തല്ല, പക്ഷേ എന്തോ ഒരു സൈക്കാട്രിക് ഒരു പ്രോബ്ലം പോലെ എനിക്ക് ഉണ്ടാവാറുണ്ട്. അതായത് എനിക്ക് പെട്ടെന്ന് എക്സോസ്റ്റഡ് ആവുന്ന പോലെ തോന്നും. എനിക്ക് ആരുടെയും ഒന്നും കേൾക്കണ്ട. ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നോർമലി സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കും, എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാവും. എനിക്കത് കേൾക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരിക്കത്തില്ല. അവരൊന്ന് പോയിരുന്നെങ്കിലെന്ന് തോന്നും. പിന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സ് എൻ്റെ കൈ വിട്ടു പോകുന്ന പോലെ എനിക്ക് തോന്നും. അതായത് ചിലപ്പോൾ എൻ്റെ മാനസിക നില തെറ്റിപ്പോകുന്ന പോലെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഇത് ശരിക്കും ഒരു വട്ടിൻ്റെ ലക്ഷണമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ ഇതിനെക്കുറിച്ച് കുറേ പഠിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ആദ്യം കാണിക്കുന്ന സിംറ്റംസ് എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് നമുക്ക് വളരെ ഫാസ്റ്റിൽ നമുക്ക് ഇടിക്കുന്ന പോലത്തെ തോന്നും. നമുക്ക് തല കറങ്ങുന്നതായിട്ട് തോന്നും. നമ്മുടെ തല പെരുക്കുന്നതായിട്ട് തോന്നും. അതിനുശേഷം നമുക്ക് ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും. പിന്നീട് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് ആണ് നമുക്ക് ആദ്യമായിട്ട് തോന്നുന്നത്. എനിക്കെന്തോ സംഭവിക്കാൻ വരുന്നു, അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് എൻ്റെ കൺട്രോൾ വിട്ടു പോകുന്നു, എനിക്ക് പറ്റും, അങ്ങനെ ഒരു തോന്നലായിരുന്നു. ഒരു ഭീതി അല്ലെങ്കിൽ ഒരു ഭയമായിരുന്നു പെട്ടെന്ന് എൻ്റെ ഉള്ളിലോട്ട് വന്നത്. അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെ ഹാർട്ട് ഇടിക്കുന്ന പോലൊക്കെ തോന്നി, പിന്നെ ശ്വാസം മുട്ടലുള്ള പോലെ തോന്നി, തല കറങ്ങുന്നത് പോലെ, തല പെരുക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണ് ആദ്യം ചെയ്യാൻ പറ്റുന്നത്? ശരിക്കും ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത്, അത് എന്ത് ജോലി ആയിക്കോട്ടെ, നമ്മൾ അതിൽ നിന്നും കുറച്ച് നേരത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഇടവേള എടുത്ത് നമ്മൾ മാറി നിൽക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ശരിക്കും ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മാത്രമല്ല ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നമ്മളെപ്പോലെ ഈ ലോകത്ത് ഒരുപാട്, അതായത് അനവധി ആൾക്കാരാണ് ഈ പ്രശ്നം കാരണം ബുദ്ധിമുട്ടുന്നത്. ശരിക്കും നമ്മൾ യൂട്യൂബിലൊക്കെ ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ പാനിക് അറ്റാക്ക്, ആങ്സൈറ്റി, ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് വീഡിയോകൾ നമുക്കിന്ന് കാണാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ അതിനടി വന്നേക്കുന്ന കമൻറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു വീഡിയോയിൽ ആൾക്കാർക്ക് കിട്ടുന്ന കമൻറ്റിനെക്കാട്ടി 100 ഇരട്ടി കമൻസ് ആണ് ഓരോ ആൾക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടിട്ടില്ല. ഒരുപാട് ആൾക്കാരും ഒരുപാട് കൂട്ടായ്മകളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ആദ്യം ചിന്തിച്ചത് എൻ്റെ ഉറക്കത്തെക്കുറിച്ചാണ്. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എൻ്റെ ജോലികൾ, കാര്യങ്ങൾ. അപ്പം ഉറക്കം മസ്റ്റായിട്ട് കുറഞ്ഞത് 7 തൊട്ട് 8 മണിക്കൂർ വരെ നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം സ്വയം പരിശോധിക്കുക. ശരിക്കും നിങ്ങൾ അങ്ങനെ ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഉറക്കമില്ലായ്മ, അതായത് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം നമ്മുടെ ജോലികൾ കാരണം ചിലപ്പോൾ നമുക്ക് പകൽ സമയത്ത് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ പിന്നീട് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആങ്സൈറ്റി, അതായത് വെപ്രാളം പോലെ വരിക, ഒരു ഭയം, അല്ലെങ്കിൽ നമുക്കൊരു നെഞ്ചിടിപ്പ്, ഫുഡ് കഴിക്കാൻ തോന്നാതിരിക്കുക, ഒരു വെപ്രാളം, അങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാവാം. അത് പതിയെ ആങ്സൈറ്റിയിലോട്ടും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന പലതരം ബുദ്ധിമുട്ടുകളിലോട്ടും കൊണ്ടുപോയേക്കാം. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ വളരെ വളരെ ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പരമാവധി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളിൽ, അത് കുറച്ച് സമയമാണെങ്കിൽ ഞാൻ പാട്ട് കേൾക്കും. അതുപോലെ ചില ആൾക്കാർക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അതറിയാവുന്ന ആൾക്കാർക്ക് ഡാൻസ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റോറി വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് സ്റ്റോറി വായിക്കാം. അങ്ങനെ നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കുറച്ച് സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതിലും അധികം വർക്ക് ലോഡ് എടുത്ത് നിങ്ങളുടെ തലയിൽ വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അധികം വർക്ക് ലോഡ് ആണെങ്കിൽ അതിനോട് നോ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശീലിക്കണം. അത് മറച്ചു വെച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്നതിലും അധികം വർക്ക് നിങ്ങൾ തന്നെ സ്വയം എടുത്തിട്ട് പിന്നീട് അത് സ്ട്രെസ്സിലോട്ടും അതുവഴി ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങളിലോട്ടും കൊണ്ടുപോയേക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് വഹിക്കാവുന്നതിലും കൂടുതൽ പണിയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ടീം ലീഡറിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ മുകളിൽ ഇരിക്കുന്ന ആരാണെന്ന് വെച്ചാൽ അവരോട് ഓപ്പൺ ആയിട്ട് പറയാം. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും നിങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നിങ്ങളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി, നിങ്ങളുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കി, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാം. അതായത് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ കേൾക്കും, നല്ല രീതിയിൽ നിങ്ങളെ ലിസൺ ചെയ്യും, അതിനുശേഷം അതിനൊരു പരിഹാരം കണ്ടെത്തും എന്ന് കരുതുന്ന ഏതെങ്കിലും ഒരു നല്ല ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു നല്ല ബന്ധു. അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു നല്ല ജനറൽ ഫിസിഷ്യനോട് തന്നെ ആദ്യം നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാവുന്നതാണ്. അപ്പം അവരത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ പരിഹാരം, അത് നിങ്ങളെ കെയർ ചെയ്യുന്നവർ ആരാണെങ്കിൽ തന്നെയും അവർ നിങ്ങളെ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളോട് തന്നെ റൂഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
കാര്യങ്ങൾ സമാധാനപരമായിട്ട് ഡീല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ മാനസിക ആരോഗ്യം വളരെയധികം പ്രധാനമാണ്. അതുകൊണ്ട് അത് എപ്പോഴും ഉത്തരവാദിത്വത്തോടെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് മറ്റാരെ കൊണ്ടും സാധിക്കത്തില്ല, അത് നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഒന്നിനും പ്രാധാന്യം കൊടുക്കേണ്ട. ആദ്യം നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനും ആണ് നിങ്ങൾ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്. മറ്റൊന്നിനും വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ മാറ്റി വെക്കേണ്ട കാര്യമില്ല. അത് ജോലി സ്ഥലത്താണെങ്കിലും ഫാമിലി പരമായിട്ടാണെങ്കിലും എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് വേണം നിങ്ങൾ ആദ്യം പ്രാധാന്യം കൊടുക്കാൻ. കാരണം നമ്മുടെ മൈൻഡ് കൈവിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു പിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെ കൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിക്കുക. പിന്നെ നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ജോലിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. വർക്ക് ലോഡ് ഒരുപാട് എടുത്ത് വെക്കാതെ, അതായത് വളരെ നമ്മൾ ഒരുമിച്ചെടുത്ത് വെക്കുന്നതിൽ പടിപടിയായിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ചെയ്യേണ്ട. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സമാധാനത്തോടെ തന്നെ അവരോട് പറഞ്ഞത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവ് നിങ്ങൾ ആർജിച്ചെടുക്കുക. അത് എന്ത് കാര്യം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാനുള്ളൊരു കഴിവ് ഉണ്ടാവണം. നമ്മുടെ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞു കുളിച്ചിട്ട് നമ്മൾ ഒന്നും ആരുടെയും മുന്നിൽ കേൾക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അത് ശരിക്കും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ തന്നെ അത് ബാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയതിന് ശേഷവും നിങ്ങൾക്ക് ഈ പ്രശ്നം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വിശ്വാസമുള്ള ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ബന്ധു, അതും അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറയാവുന്നതാണ്. അവർ ഉറപ്പായിട്ടും നിങ്ങളെ സഹായിക്കും. അപ്പം ബൈ.